നമസ്കാരം. GST പ്രത്യേക ഷോയിലേക്ക് സ്വാഗതം. കീശ കീറുമോ GST? വെറുമൊരു നികുതി പിരിക്കൽ സംവിധാനം മാത്രമാണ് GST. പക്ഷേ അത് ജനജീവിതത്തെ അടിമുടി ഉലയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. നികുതി ബാധകമല്ലാത്ത അരിക്കും പച്ചക്കറിക്കും വരെ GSTയുടെ പേരിൽ വില കൂടുന്നു. എന്താണ് GSTയുടെ പിന്നിലെ വസ്തുത? ന്യൂസ് 18 അന്വേഷണത്തിലേക്ക് സ്വാഗതം. GST വന്നതിന് ശേഷം വില കൂടിയിട്ടുണ്ടോ? വില കൂടിയെന്ന് ചിലർ പറയുന്നു. ഏതായാലും കുറഞ്ഞിട്ടില്ല എന്ന് മറ്റു ചിലർ തറപ്പിച്ചു പറയുന്നു. ഭരണഘടന നിലവിൽ വന്ന ശേഷമുള്ള രാജ്യത്തെ രണ്ടാം ഭരണപരിഷ്കാരം എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുന്നതാണ് GST. അത് കൊണ്ടുവന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും അറിയാൻ കഴിയാത്തവരും നിരവധിയുണ്ട് കേരളത്തിൽ. അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടില്ല. ചിലവിന് വർദ്ധിക്കുന്നതല്ലാതെ ചിലവ് കുറഞ്ഞായിട്ടൊന്നും അഭിപ്രായമൊന്നുമില്ല. പണി കുറവ് മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല, ഇപ്പോൾ തികയുന്നില്ല. അല്ല, നേരത്തെ തന്നെയാണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഇതായിരുന്നാലും ഇപ്പോൾ വിലയൊന്നും കുറഞ്ഞിട്ടില്ല. ഒരു സാധനത്തിന് വില കുറച്ചിട്ടില്ല. ഇത് വന്നിട്ടും കുറഞ്ഞു കാണുന്നില്ല. ഇപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചിരുന്നാൽ, ഇത് വന്ന സമയത്ത് മുതലാളിമാർക്ക് എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോഡുകളൊന്നും അവർ വരുത്തുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ തൊഴിലില്ലാതെ ഇരിക്കുകയാണ്, ജോലിയില്ലാതിരിക്കുകയാണ്. ഇത് വന്നതിന് ശേഷം നോട്ട് പ്രതിസന്ധി മാറി വന്നപ്പോഴാണ് ഇത് പ്രതീക്ഷിക്കുന്നു. ഇല്ല ഇതുവരെ കണ്ടില്ല. വിലയിൽ വ്യത്യാസം ഉടനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ചൊരു താമസം എടുക്കുന്നതല്ലേ അറിയിക്കുന്നത്. ഇല്ല, ഞാൻ ഇപ്പോൾ വില കൂടിയിട്ടേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും വില കൂടി. എന്തോ കുറവാ, എന്ത് സാധനം വാങ്ങിച്ചും വിലയല്ലേ. എന്തോ കുറവുണ്ടാവാന് ഒരു കുറവുമില്ല, കുറവൊന്നുമില്ല. ശാലയിലുള്ള ഒരു കടക്കാരൻ ഞങ്ങൾ ഇതുള്ള നമ്പർ GST നമ്പറുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാനേ പറ്റണില്ല. ഇവരാരും GST എടുത്തിട്ടില്ല. അതിന്റെ കോഡ് നമ്പറുകൾ ഇവർക്ക് ആർക്കും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോഡ് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ നിന്ന് പോകണമുണ്ട്. വിലയിൽ മാറ്റമൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല. കാരണം ഇവർ ബില്ല് തന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവർ ബില്ല് തരണില്ലല്ലോ. കോഡ് നമ്പർ ഇട്ട ബില്ല് തരുന്നില്ല. ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റണില്ല. സാധനം ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റണില്ല. സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്രദേശത്തു നിന്നും പ്രേക്ഷകരുടെ, കച്ചവടക്കാരുടെ, ഉപഭോക്താക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ നമ്മുടെ ഈ ഷോയിലുണ്ട്. അതുമാത്രമല്ല, പ്രേക്ഷകർക്ക് വിളിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ബിസിനസ് എഡിറ്റർ അനൂപ് പരമേശ്വരനാണ് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതും വളരെ ലളിതമായ വിഷയങ്ങളിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നതും. ഏതായാലും 5 ചോദ്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അനൂപ്, ഇന്ന് ഞാൻ കേട്ട രസകരമായ ഒരു തമാശ ഇതായിരുന്നു. സ്വർണ്ണ ബിസ്ക്കറ്റിന് 3% നികുതി, ചായയിൽ മുക്കി തിന്നുന്ന ബിസ്ക്കറ്റിന് 18% നികുതി. ഇതാണ് GST എന്ന്. സത്യം പറഞ്ഞാൽ ഒരു വലിയ കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? ഗോപി, പ്രധാനമായിട്ടും 5 വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഹോട്ടൽ ഭക്ഷണത്തിൽ GST വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ഹോട്ടൽ ഭക്ഷണത്തിന് വില കുറയുമെന്ന് മന്ത്രി തോമസ് ഐസക് ഇന്നലെ പറഞ്ഞു. ധനവകുപ്പിൻ്റെ അറിയിപ്പും ഇന്നലെ വന്നു, വില കുറയുമെന്ന്. പക്ഷേ ഹോട്ടലിൽ നിന്ന് 5 രൂപ മുതൽ 50 രൂപ വരെ കൂടിയ വിലയുടെ ബില്ലുമായി ആളുകൾ പുറത്തു വരുന്നു. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആട്ടയ്ക്കും പുട്ടുപൊടിക്കും അതുപോലെ പേസ്റ്റിനും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അവയുടെ വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് GST പട്ടികയിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ജനത്തിന് അങ്ങനെ ഒരു വിലക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? 3 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പച്ചക്കറിക്ക് ഒരു കാരണവശാലും GST ബാധകമല്ല. അങ്ങനെ GST ബാധകമല്ലാത്ത പച്ചക്കറിക്ക് GST നിരക്ക് നിലവിൽ വന്നതിന് ശേഷം എങ്ങനെ വില വർദ്ധിച്ചു? 4ാമത്തെ ചോദ്യം നമ്മളുടെ വസ്ത്രത്തിൻ്റെ കാര്യമാണ്. വസ്ത്രം രാജ്യവ്യാപകമായി GSTയുടെ നിയമത്തിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ GSTയിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. 5ാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷമായി GST നടപ്പാക്കുമെന്ന് അറിയിക്കുകയും അതിൻ്റെ ചർച്ചകൾ നടക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ GST നിലവിൽ വരുന്നത്. എന്നിട്ടും വ്യാപാരികൾ നിസ്സഹകരണം തുടരുന്നത് എന്തുകൊണ്ട്? ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഘട്ടം ഘട്ടമായി ഓരോ ചോദ്യങ്ങളിലേക്ക് വരാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രേക്ഷകർക്ക് വിളിക്കാം, സംശയമുള്ളവർക്ക് വിളിക്കാം. അതുകൂടാതെ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകളുമാണ് ഇനിയുള്ള 1 മണിക്കൂറുകളിൽ. ആദ്യത്തെ ചോദ്യത്തിലേക്ക്, ഹോട്ടൽ ഭക്ഷണത്തിന് എന്ത് സംഭവിച്ചു? GST നടപ്പായ ശേഷം ജൂലൈ 1-ന് ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് ഹോട്ടൽ ഭക്ഷണ വിലയെ ചൊല്ലിയാണ്. ഊണിന് വില കൂടിയെന്ന പേരിൽ ഓട്ടോറിക്ഷകൾ വരെ അപ്രഖ്യാപിത നിരക്ക് വർധന നടപ്പാക്കിയതിൻ്റെ പരാതികൾ വരെ വന്നു. സാധാരണക്കാരുടെ ജീവിത ചെലവിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഭക്ഷണ വിലയിൽ മാറ്റം വരാനുള്ള നികുതി നിർദ്ദേശങ്ങളൊന്നും യഥാർത്ഥത്തിൽ GSTയിൽ ഇല്ല. ഇത് എങ്ങനെ സംഭവിച്ചു? 75 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വിറ്റുവരവുള്ള ഒരു ഹോട്ടൽ ദിവസം ശരാശരി 20,000 രൂപ വരെ വിറ്റുവരവ് എന്ന് അർത്ഥം. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ചെറുകിട ഇടത്തരം ഹോട്ടലുകളും ഈ ഗണത്തിൽ വരും.
200 പേർക്ക് ഉച്ചയൂണും 100 പേർക്ക് വീതം പ്രഭാത സായാഹ്ന ഭക്ഷണവും നൽകുന്ന ഹോട്ടലുകൾ വരെ ഈ പരിധിക്ക് അപ്പുറം പോകില്ല. അത്തരമൊരു AC ഇല്ലാത്ത റെസ്റ്റോറന്റിൽ GST കൊണ്ടുവന്ന മാറ്റം ഇങ്ങനെയാണ്. വെജിറ്റേറിയൻ ഊണിന് അരിക്കും പച്ചക്കറിക്കുമായുള്ള ചെലവ് 35 രൂപ. അതിൽ കേന്ദ്ര സംസ്ഥാന നികുതി 2 രൂപ 45 പൈസ. പാചകവാതകത്തിന്റെ ചെലവ് 3 രൂപ 50 പൈസ. അതിനുള്ള നികുതി 50 പൈസ. കോമ്പൗണ്ടിംഗ് നികുതിയായി മറ്റൊരു 50 പൈസ. ആകെ നികുതി 3 രൂപ 45 പൈസ. നികുതിയില്ലാതെ നിലവിലുണ്ടായിരുന്ന വില 71 രൂപ 55 പൈസ. ഇതിന്റെ 5% നിലവിലെ GST നിരക്ക്. അത് 3 രൂപ 58 പൈസ വരും. രണ്ടും ചേർന്നാൽ ഈടാക്കാവുന്ന നിരക്ക് 75 രൂപ 13 പൈസ. GSTയുടെ പേരിൽ ഒരു വെജിറ്റേറിയൻ ഊണിന് വർദ്ധിപ്പിക്കാവുന്ന തുക 13 പൈസ മാത്രമാണ് എന്നാണ് സംസ്ഥാന നികുതി വിഭാഗത്തിന്റെ കണക്ക്. AC ഉള്ള റെസ്റ്റോറന്റിൽ 75 രൂപയ്ക്ക് വിറ്റിരുന്ന വെജിറ്റേറിയൻ ഊണിന് വില കുറയുകയാണ് ചെയ്യേണ്ടത്. ഓരോ ഊണിനും സർവീസ് ടാക്സായി 4 രൂപ 50 പൈസ ഉൾപ്പെടെ 7 രൂപ 95 പൈസയായിരുന്നു നികുതി. അത് GST വന്നതോടെ 3 രൂപ 35 പൈസയായി കുറയും. ഒരു AC റെസ്റ്റോറന്റിലെ വെജിറ്റേറിയൻ ഊണിന് നേരത്തെ 75 രൂപയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ അത് 70 രൂപ 40 പൈസയായി കുറയണം. ഒരു ഊണിന് 4 രൂപ 60 പൈസയുടെ കുറവ്. കണക്കുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 75 രൂപയ്ക്ക് വിറ്റിരുന്ന ഊണ് 90 രൂപയ്ക്ക് വരെ വിൽക്കുന്നതിന്റെ ബില്ലുകൾ പൊതുജനത്തിന്റെ കയ്യിലെത്തുന്നത്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ഇതുപോലെ ഒരുപാട് പ്രേക്ഷകർക്ക് പറയാനുണ്ട്, ജനങ്ങൾക്ക് പറയാനുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ദാമോദരൻ എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ദാമോദരൻ, എന്താണ് താങ്കളുടെ സംശയം, താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില അവ്യക്തത. അനീഷ് എന്ന പ്രേക്ഷകൻ നമ്മളോട് കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അനീഷ് പറയും. ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ വരുന്ന മാറ്റം, സാനിറ്ററി വെയറിനും പ്ലംബിംഗ് സാധനങ്ങൾക്കും വരുന്ന മാറ്റം എങ്ങനെയാണോ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? കെട്ടിട നിർമ്മാണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിമൻ്റാണ്. ഏറ്റവും വലിയ അസംസ്കൃത വസ്തു. സിമൻറ്റിന് 4% ടാക്സിൻ്റെ കുറവുണ്ടാകണം. അതുപോലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വ്യാപകമായി തന്നെ വില കുറയുകയാണ് ഉണ്ടാകേണ്ടത് ഈ GST നടപ്പായ ശേഷം. പക്ഷേ ഫ്ലാറ്റുകളുടെയൊക്കെ കാര്യത്തിൽ നിലവിൽ നിർമ്മാണം നടക്കുന്ന ഫ്ലാറ്റുകൾക്കും ഇനി ആരംഭിക്കുന്ന ഫ്ലാറ്റുകൾക്കും തമ്മിൽ നികുതിയിൽ വ്യത്യാസം വരും. അതായത് ഫർണിഷ് ചെയ്തൊരു ഫ്ലാറ്റ് വാങ്ങിയാൽ വില കൂടും, അതല്ലെങ്കിൽ നമുക്ക് വില കുറയേണ്ടതാണ് അല്ലേ? വില കുറയേണ്ടതാണ്. അനീഷ് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും സർക്കാർ പല കണക്കുകൾ പറയുന്നുണ്ട്, അത് പ്രാവർത്തികമായി കാണുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ഈ മണിക്കൂറിൽ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഫുഡിന്റെ കാര്യം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സർക്കാർ ഒരു കണക്ക് പറഞ്ഞു. എന്നാൽ സർക്കാർ കണക്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഭക്ഷണം കഴിച്ചവർക്ക് എന്ത് സംഭവിച്ചു? തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ളവരുടെ പ്രതികരണം നോക്കിയ ശേഷം നമുക്ക് തിരിച്ചു വരാം. ഭയങ്കരമായ അന്യായമാണ്. ഇത്രയും ഇപ്പോൾ വില കൂട്ടേണ്ട കാര്യമില്ല. എല്ലാം വില കുറയുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു കാപ്പിയും ഒരു വടയും കഴിച്ചിപ്പോ 30 രൂപ. എവിടെ ഉണ്ടത്? 20-22 രൂപ. 95 രൂപ എടുത്തപ്പോ 30 രൂപ കൂട്ടിയതാണ് 30 രൂപ. അല്ലെങ്കിൽ 20 രൂപ 22 രൂപ ആവുള്ളൂ. 206 രൂപയായിരുന്നു. ഇന്ന് 218 രൂപ എടുത്ത് രാവിലെ ഈ കടയിൽ നിന്ന്. അപ്പോൾ ഇന്ന് താണ്ട ഊണിന് 95 രൂപ എടുത്തു. ഇന്നലെ 95 രൂപ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ടാക്സ് എന്താണെന്ന് ചോദിച്ചു. മന്ത്രി കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് കുറയ്ക്കാൻ പറ്റത്തില്ല, കവർ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ കവർ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് വാങ്ങിക്കും. അതെ, 95 രൂപ പറഞ്ഞിരിക്കുക. അപ്പോൾ ഗസ്റ്റ് ഞാൻ വേറെ റൂം പോയാണ്. സരസ് പാർക്കിൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പോൾ ആ ജോർജിൽ ഗസ്റ്റിന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അവർ 90 രൂപ പറയുന്നു, ഇവിടെ 95 പറയുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവർ വാങ്ങുന്നുണ്ട്. എന്താണെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. 10 രൂപ കൂട്ടാന്ന് വെച്ചാൽ കഴിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പൈസ പെട്ടെന്ന് ഒരു ദിവസം കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നു. പക്ഷേ വില കുറയുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനാണ് വന്നിരുന്നത്. എനിക്ക് വേറെ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ സോക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് പ്രൈവറ്റായിട്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം പിന്നെ ഇന്നലെ വരെ 70 രൂപയായിരുന്നു. ഇന്ന് പെട്ടെന്ന് വന്നപ്പോൾ മീൽസിന് 80 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലായിട്ട് തന്നെ ബാധിക്കുന്ന പ്രശ്നം. വില കുറയ്ക്കുക. കാര്യം നേരത്തെ ഇത് 70 രൂപയായിരുന്നു, ഇപ്പോൾ 80 രൂപ മേടിക്കുകയാണ്. അപ്പോൾ അതിൽ കൂട്ടാൻ പാടില്ല ഇന്നലെയും മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അധികാരികൾ ഒന്ന് പറയുന്നു, ജനം അനുഭവിക്കുന്നത് ഇതാണ്. ഇതിന്റെ നേർചിത്രങ്ങൾ ഇനിയുമുണ്ട്, അതിലേക്ക് വരാം. ഇപ്പോൾ പ്രഭാകരൻ കണ്ണൂരിൽ നിന്ന് നമ്മളോട് കൂടി ചേരുന്നു. ശ്രീ പ്രഭാകരൻ, താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? പ്രഭാകരൻ, കേൾക്കാമോ?
ദീപക് എന്ന പ്രേക്ഷകനാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ദീപക് പറയും. ഹലോ ദീപക്, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. നമുക്ക് ഈ കോഴിയുടെ വില കുറയുമെന്ന് ഇപ്പൊ GST ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളായിരുന്നത്. കോഴി വില ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, 14% ടാക്സ് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മാറ്റിയെന്ന് പറയുന്നു. പക്ഷേ കോഴിയുടെ വില അല്പം പോലും കുറഞ്ഞിട്ടില്ല, എല്ലാം കൂടുകയാണ് ചെയ്തത്. അത് തമിഴ്നാട്ടിൽ തിരക്കിയോ പറയുന്നു, മൊത്തത്തിൽ ഒരു ഇൻഫർമേഷൻ വന്നിട്ട് അവിടെ സംഭവിച്ചെന്ന് പറയുന്നത്. കോഴിയുടെ വില കാര്യമായി കുറയുകയാണ് ഇതോടുകൂടി GST നടപ്പിലായ ശേഷം വരേണ്ടത്. കാരണം കേരളത്തിൽ 14% നികുതി കോഴിക്ക് വാങ്ങുന്നുണ്ടായിരുന്നു. 100 രൂപ വിലയുള്ള കോഴിക്ക് 114 രൂപ നമ്മൾ നിലവിൽ കൊടുത്തിരുന്നെങ്കിൽ ഇനി 100 രൂപ മാത്രം കൊടുത്താൽ മതി. GST വരുമ്പോൾ 0% നികുതി. പക്ഷേ ഈ വില കൂട്ടി വിൽക്കുന്നതിൻ്റെ ഉത്തരം പറയേണ്ടത് ധനമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ധനവകുപ്പും മാത്രമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പേര് താങ്കൾ ലൈനിലുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, പറയൂ. അരിയുടെ വില അരിയുടെ ടാക്സ് 5% ആക്കും. 1% ടാക്സ് എന്താണ് 5% ആക്കുമല്ലേ ചെയ്തത്? ഹലോ, അരിയുടെ നികുതി അരി ബാങ്ക് കിട്ടുന്നില്ലല്ലോ. അരിയുടെ നികുതിയിൽ 2 കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അരിക്ക് നികുതിയില്ല. ലൂസായി വിൽക്കുന്ന അരിക്ക് നികുതിയില്ല. ബ്രാൻഡഡ് അരിക്ക്, അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്ത കമ്പനികൾ പാക്ക് ചെയ്ത് വിൽക്കുന്ന അരിക്ക് മാത്രമാണ് 5% നികുതിയുള്ളത്. അതുകൂടാതെ ലൂസായി നമ്മൾ വാങ്ങുന്ന അരിക്ക് നിലവിൽ നികുതിയില്ല. ബ്രാൻഡഡ് അരിക്ക് മാത്രമാണ് നികുതി ഉണ്ടാവുക. വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മളോട് സൂചിപ്പിച്ച് അനൂപ് ഈ ചിക്കനെ കുറിച്ചാണ്, അതായത് കോഴിയുടെ വില കുറയുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് വെജിറ്റേറിയൻ യൂണിയന്റെ കണക്ക് നമ്മൾ നേരത്തെ നോക്കി. ഇനി കോഴിയിറച്ചി ചേർത്ത വിഭവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. വൻതോതിൽ വില കുറയണം എന്നാണ് GSTയുടെ കണക്കുകൾ പറയുന്നത്. AC റെസ്റ്റോറന്റിൽ 350 രൂപ വാങ്ങിക്കൊണ്ടിരുന്ന ഫുൾ ചിക്കൻ വിഭവത്തിന് ഇനി ഈടാക്കാവുന്ന നിരക്ക് 308 രൂപ 70 പൈസ മാത്രമാണ്. എന്നാൽ ഇത് ധനവകുപ്പ് പുറത്തിറക്കിയ കണക്കാണ് പറയുന്നത്. യാഥാർത്ഥ്യമെന്തെന്ന് നമുക്ക് വരും പ്രതികരണങ്ങൾ കാണാം. 75 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള AC റെസ്റ്റോറന്റിൽ നിലവിൽ 350 രൂപയ്ക്ക് വിറ്റിരുന്ന ചിക്കൻ വിഭവം 20 രൂപ സർവീസ് നികുതി ഉൾപ്പെടെ മൊത്തം വിലയിലെ 56 രൂപയും നികുതിയായിരുന്നു. യഥാർത്ഥ ഉൽപ്പന്ന വില അപ്പോൾ വരുന്നത് 294 രൂപ. അതിന്റെ 5% GST കണക്കാക്കിയാൽ 14 രൂപ 70 പൈസ മാത്രം. യഥാർത്ഥത്തിൽ ഈടാക്കാവുന്ന തുക 308 രൂപ 70 പൈസ. AC റെസ്റ്റോറന്റിൽ നിന്ന് 350 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ചിക്കൻ വിഭവത്തിന് ഒറ്റയടിക്ക് കുറയേണ്ടത് 41 രൂപ 30 പൈസ. AC ഇല്ലാത്ത റെസ്റ്റോറന്റിൽ നിലവിൽ 350 രൂപയ്ക്ക് വിറ്റിരുന്ന ചിക്കൻ വിഭവത്തിൽ നികുതി 36 രൂപയായിരുന്നു. ആ കണക്ക് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈടാക്കാവുന്ന പരമാവധി തുക 329 രൂപ 70 പൈസ. അവിടെയും 10 രൂപ 30 പൈസ കുറയണം. 75 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം വിറ്റുവരവുള്ള AC ഹോട്ടലുകളിൽ പോലും പുതിയ നികുതി നിയമം നടപ്പായ ശേഷം 350 രൂപയുടെ ചിക്കൻ വിഭവത്തിന് വില കുറയുകയാണ് വേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈടാക്കാവുന്ന പരമാവധി തുക 346 രൂപ 92 പൈസ. നിലവിൽ 14.5 മാസം നികുതി ഉണ്ടായിരുന്ന കോഴിക്ക് ഇപ്പോൾ നികുതി ഇല്ലാതായതോടെയാണ് ചിക്കൻ വിഭവത്തിന് വൻ വിലക്കുറവിന് സാഹചര്യമൊരുങ്ങിയത്. സർവീസ് ടാക്സും കേന്ദ്ര സംസ്ഥാന നികുതികളും ഏകീകരിക്കപ്പെട്ടതോടെ ഒറ്റ നികുതി 5% മാത്രമായി കുറയുകയും ചെയ്തു. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും വിശ്വൻ എന്ന പേഷ്യൻ ചേരുന്നു. വിശ്വൻ, ചോദിച്ചോളൂ. സാർ, ഞാൻ വേറെ കർഷകനാണ്. ഞാൻ വേറെ കർഷകനാണ്. ഇതുവരെ ഞാൻ ഏലക്ക ഈ ക്ലൈമറ്റ് ഉണ്ടാകുമ്പോൾ ഈ മഴയും വെയിലുമായിട്ട് കാലാവസ്ഥ പൊഴിയുന്നതിനനുസരിച്ച് ഏലക്ക പൊഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് അയച്ചിട്ട് ഇൻഡോഫിലം 45 എന്ന സാധനം, അത് 175 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നാണ്. ഇന്നലെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ 200 രൂപ ബില്ല് മേടിച്ച ഒരു ബില്ല് തന്നില്ല. ബില്ലില്ലാതെ ഒരു ഉൽപ്പന്നവും വാങ്ങാൻ GST അനുവദിക്കുന്നില്ല. GST നടപ്പാക്കിയത് തന്നെ മുഴുവൻ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയ ശേഷം ട്രാക്ക് ചെയ്യപ്പെടാനും അങ്ങനെ അവസാന ആളുടെ കയ്യിലെത്തി അത് ഉപയോഗിക്കുന്നത് വരെ അത് ഏതെല്ലാം കൈകളിൽ എത്തുന്നു എന്നറിയാനും വേണ്ടിയിട്ടാണ്. GST നടപ്പായ ശേഷം ബില്ലില്ലാതെ ഒരു ഉൽപ്പന്നവും വാങ്ങാൻ കഴിയില്ല, വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് GSTയുടെ പ്രധാന കാരണം. അത് നികുതി വകുപ്പിന്റെ തന്നെ വീഴ്ചയാണ്. കാരണം GST നടപ്പാക്കിയ ശേഷം ഇങ്ങനെ ബില്ല് എഴുതാതെ ഒരു ഉൽപ്പന്നം വിൽക്കുകയും അതിന് നേരത്തെ വാങ്ങിയതിൽ കൂടുതൽ തുക വാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു
വളരെ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് നടപടിയെടുക്കേണ്ടതാണ്. ചെയ്യേണ്ടത് നികുതി വകുപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ നേരിട്ട് ആരെയാണ് പരാതി അറിയിക്കേണ്ടത്? നേരിട്ട് ശരിക്കും നികുതി വകുപ്പിലാണ്. ഇപ്പോൾ ടോൾ ഫ്രീ നമ്പറുകൾ തുടങ്ങിയിട്ടുണ്ട്. ധനവകുപ്പിൻ്റെ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അതിനുള്ള ഇതുണ്ട്. ഫേസ്ബുക്ക് പേജ് വഴി തന്നെ പരാതി പറയാം. അതുകൂടാതെ ഫോണിൽ വിളിച്ച് പറയാം. നടപടി ഉണ്ടാകും എന്നാണ് ധനമന്ത്രി നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഒരു കാരണവശാൽ GST വന്നതിന് ശേഷം നമ്മളുടെ കയ്യിൽ ബില്ലില്ലെങ്കിൽ ഈ പരാതി നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ഉൽപ്പന്നം വാങ്ങി എന്നുള്ളതിന് തെളിവ് പോലും നമുക്ക് ഹാജരാക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ബില്ലില്ലാതെ ഒരു ഉൽപ്പന്നവും വാങ്ങരുത് എന്നുള്ളതാണ് ഇതിൻ്റെ GSTക്ക് ശേഷം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചെയ്യാവുന്ന ഏക കാര്യം. ഇപ്പോൾ അഭിലാഷ് മല്ലപ്പള്ളിയിൽ നിന്ന് നമ്മളോട് ചേരുന്നു. അഭിലാഷ് ചോദിക്കും. ഹലോ, നമസ്കാരം സാർ. പറയും സാർ, ഞാനൊരു ബിസിനസ് നടന്ന ആളാണ്. ഗ്ലാസിന്റെ ബിസിനസ് നടന്ന ആളാണ്. എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിന്, അതായത് നമുക്ക് കമ്പനിന്ന് MRP വരുന്ന ഒരു പ്രോഡക്റ്റ്, അതിൽ നമുക്ക് ഡിസ്കൗണ്ട് പ്ലസ് ടാക്സ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ചെറിയൊരു മാർജിനാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോൾ ആ 14% ടാക്സ് എന്നുള്ളത് 28% നമ്മൾ ടാക്സ് അടിക്കുമ്പോഴത്തേക്ക് MRPയിലും മേലെയാണ് നമുക്ക് വരുന്ന കോസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും? അതാണ് എന്റെ സംശയം. ഇതുവരെ ഈ കഴിഞ്ഞ ജൂൺ 30 വരെ ഉണ്ടായിരുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും വ്യാപാരികൾക്ക് വരുന്ന നഷ്ടം കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്കിന്, അതിന് മുൻപ് വാങ്ങിയതാണെങ്കിൽ ലഭിക്കില്ല, ഒരു വർഷത്തെ സ്റ്റോക്കിന് നഷ്ടം നികുതി വകുപ്പ് നികത്തി തരുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 1 ശേഷം വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ GSTയുടെ ബില്ലിൽ തന്നെയാണ് വാങ്ങേണ്ടത്. അതിനു മുൻപ് നമുക്ക് നികുതി വ്യത്യാസം വന്ന് വാങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ നഷ്ടം നമുക്ക് വരുന്നത് നികത്തി തരാൻ നികുതി വകുപ്പിന് ഇപ്പോൾ നിലവിൽ അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അജീഷ് എന്ന പ്രേക്ഷകനാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. അജീഷ് ചോദിച്ചോളൂ. സാറേ, ഞാൻ വിളിച്ചതേ എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. ധൈര്യമായിട്ട് ചോദിക്കും. ഞാൻ ആലപ്പുഴ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു കാർഷാക്കിലെ ഡ്രൈവറാണ്. നേരത്തെ നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ടാക്സിന്റെ ഒരു വിഷയം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് GSTയിലോട്ട് മാറി കഴിഞ്ഞപ്പം നേരത്തെ കയറിന് ടാക്സ് ഇല്ലായിരുന്നു. ഇപ്പൊ കയറിന് ടാക്സ് വന്നിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ കയറെന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 3, 4, 5 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ഈ കയറിന്റെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നത്. അത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ലാസ്റ്റ് അത് സെയിൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബില്ലില്ലെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വിഷയം വരുന്നുണ്ടോ, അതോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ബില്ലില്ലെങ്കിൽ പ്രശ്നം വരും. മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരേ കമ്പനിയുടെ തന്നെ ഗോഡൗൺ ആണെങ്കിൽ ആ ഗോഡൗൺ ട്രാൻസ്ഫറിനുള്ള റെസിപ്റ്റുകളുണ്ട് നികുതി വകുപ്പിൻ്റെ കയ്യിൽ. അത്തരം റെസിപ്റ്റുകൾ കയ്യിൽ സൂക്ഷിക്കുക. ഇത് രണ്ടും സ്റ്റോക്കിലുള്ളതാണെന്ന് കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിന് അവർ പറയുന്ന പിഴ നമ്മളുടെ കയ്യിൽ നമ്മൾ കണക്കിൽ കാണിക്കാത്ത ഒരു ഉൽപ്പന്നം കൊണ്ടുപോകുന്നതായിട്ടാണ് വരിക. അപ്പോൾ സ്റ്റോക്ക് ട്രാൻസ്ഫറിനുള്ള രേഖകൾ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്വന്തം ഉൽപ്പന്നം തന്നെയാണ് കണക്കിലുള്ള ഉൽപ്പന്നമാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബില്ല് എപ്പോഴും കൈ കരുതുക എന്നുള്ളത് ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന വാങ്ങുന്ന ആളുടെയും വിൽക്കുന്ന ആളുടെയും ഉത്തരവാദിത്തമാണ്. അതെ, തീർച്ചയായിട്ടും വാങ്ങുന്നയാളുടെയും വിൽക്കുന്നയാളുടെയും ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, സ്വന്തം സ്ഥാപനത്തിൽ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും നേരത്തെയും ഈ നിയമം നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ GST നിലവിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു രേഖയില്ലാതെ കൊണ്ടുപോയി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ പഴയ കണക്കുകൾ ഉൾപ്പെടെ നികുതി വകുപ്പിന് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും കൂടുതൽ സംഘർഷഭരിതമായ അവസരം ഉണ്ടാവുകയും ചെയ്യും. കണക്കുകളുടെ കാര്യത്തിലും രേഖകളുടെ കാര്യത്തിലും കൂടുതൽ കൃത്യത പാലിക്കണം. ഏതായാലും പ്രേക്ഷകർക്ക് ഇനിയും വിളിക്കാം. GST നിലവിൽ വന്ന ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം. ജനങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഭക്ഷണത്തിന് വില കൂടി. 100 രൂപ ഉണ്ടായിരുന്നത് 112 രൂപയായി. ഞാനിവിടെ ചോദിക്കുകയും ചെയ്തു. ധനകാര്യമന്ത്രി പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ വില കുറഞ്ഞു എന്നാണ്. വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കൂട്ടില്ലെന്ന്. പക്ഷെ നോക്കുമ്പോൾ ഉണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബുദ്ധിമുട്ടാണ്, തീർച്ചയായും ബുദ്ധിമുട്ടാണ്. കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. സർക്കാർ എന്തെങ്കിലും സർക്കാർ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്. കൂടിയാൽ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തെന്നും അറിയില്ല. തോമസ് ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇന്നലെ കഴിച്ചപ്പോഴും 112 രൂപയോളം ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില നമ്മളിങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ള ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് പൈസ ആയതുകൊണ്ട് ഉള്ള പൈസയൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല മാറ്റം ഉണ്ടാവുന്നൊക്കെ. ഇങ്ങനെ എല്ലാത്തിനും വില കൂടുന്നതിലാണ് ഒന്നും കുറയുന്നില്ലല്ലോ. എല്ലാവരും സഹിക്കേണ്ടി വരിക. നമ്മളെപ്പോലെ വിദ്യാർത്ഥികൾക്കാണ് കുറച്ചുകൂടെ പ്രശ്നം. നമ്മളിങ്ങനെ ഇടയ്ക്ക് സിസ്റ്റം ഒന്ന് എൻജോയ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇന്ന പോലെയാണ് സംഭവം വരുന്നത്. പൈസ ഒരുപാടായിട്ട് കയ്യിൽ നിന്ന് പോകുന്നു.
അതെല്ലാ സ്ഥലത്തും ഭക്ഷണത്തിൻ്റെ സമയത്ത് നോക്കുമ്പോൾ നല്ലോണം കൂടിയിട്ടാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള അവസ്ഥയല്ല ഇപ്പോഴും. കൃത്യമായിട്ട് അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ 12% കൃത്യമായിട്ട് കൂടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മിനിസ്റ്റർ ഇന്ന് ടി വിയിലടക്കം പറഞ്ഞത് അത് ശരിയല്ല, തെറ്റാണൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എല്ലാ സ്ഥലത്തും വളരെ കൂടുതലാണ്. ഇപ്പോൾ GST കുറിച്ച് ആർക്കും ഒരു ധാരണ ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. വില നിയന്ത്രിക്കേണ്ടതാണ്. മുകളിൽ വരുന്ന അവസ്ഥയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് GST കാണാൻ കഴിയുന്നത്. മന്ത്രി പറയുന്ന വില കുറയുന്ന ഒന്നാണ്. നമ്മളിപ്പം 12% കൂടെ വാങ്ങിച്ചവർ, അത് മറ്റു സാധനങ്ങൾക്കും വില കുറയുന്നില്ല. കുറയല്ല, ഇത് കൂടിയിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട് എല്ലാവരും. അത് എത്രത്തോളം ഗവൺമെൻറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങളുടെ തലയിൽ തന്നെ വരുന്നുണ്ട്, യാതൊരു സംശയമില്ല. പിന്നെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ ഞാൻ അത്രയ്ക്ക് പരിജ്ഞാനിയൊന്നുമല്ല. ഞാനൊരു ഉപഭോക്താവ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നാണ് എല്ലാവരും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആൾക്കാർക്കുള്ള ആശങ്ക, ആകാംക്ഷ കൂടുതലാണ്. തമ്പാൻ കായംകുളത്ത് ചേരുന്നു. തമ്പാൻ ചോദിച്ചോളൂ. ഹലോ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. സാറേ, ഈ ഹോസ്റ്റലിലേക്ക് പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ GSTക്ക് മുമ്പ്, ഹലോ, ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കാം. തമ്പാൻ, താങ്കൾ ചോദിച്ചോളൂ. സാറേ, GSTക്ക് മുമ്പേ ഭക്ഷണം ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അന്ന് പിന്നെ ഈ ഒരു മസാല വെച്ച ഒരു വലിയൊരു ചായയും കൂടെ 75 രൂപ മേടിച്ചോണ്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം കഴിച്ചത് 85 രൂപയായിട്ട് മാറി. ഇത് ഇന്നലെ ധനമന്ത്രി തോമസ് ഐസക് വളരെ വിശദീകരിച്ചതാണ്. 75 രൂപ നിലവിലുണ്ടായിരുന്ന ഒരു AC റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 75 രൂപ നിലവിലുണ്ടായിരുന്ന മസാല ദോശയും ചായയും വരുന്ന, അല്ലെങ്കിൽ 75 രൂപ വരുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ വില, ഊണാണെങ്കിൽ അങ്ങനെ, അതിന് 70 രൂപ 40 പൈസയ്ക്ക് GSTക്ക് ശേഷം വിൽക്കാൻ കഴിയണം. അതിന് വീണ്ടും 75ൻ്റെ കൂട്ടത്തിൽ വീണ്ടും 14%, 12%, 18% നികുതി ചുമത്താൻ ഒരാൾക്കും അധികാരമില്ല. ഇത് 5% എന്ന ഒറ്റ GST നികുതിയാണ് ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വന്നിരിക്കുന്നത്. AC റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 20%ൻ്റെ സർവീസ്, 20 രൂപയുടെ വരെ വരുന്ന സർവീസ് ടാക്സ് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സംഭവിച്ചത് ഈ GST എന്ന പേരിൽ കൂടുതൽ നാട്ടുകാരെ പിഴിയുന്ന ഒരു ഏർപ്പാട്ടിലേക്ക് ഈ ഇടത്തരം ആൾക്കാർ പോകുന്നു. ഇനി എവിടെയാണ് ഇതിൽ ആക്ഷൻ വേണ്ടത്? തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ ധനവകുപ്പ് നൽകിയ നിർദ്ദേശങ്ങളെയൊക്കെ മറികടന്ന്, അതായത് GST വരുന്നതോടുകൂടി എന്തോ വലിയത് സംഭവിക്കുന്നുവെന്നും എല്ലാത്തിനും വില കൂടുമെന്നും ഇത് ലാഭം കൂട്ടിയെടുക്കാനുള്ള ഒരു മാർഗമാണെന്നും അത് വൻകിട കമ്പനികൾ ചെയ്യുന്നത് കണ്ട് ഒരുപക്ഷെ ചെറുകിട കച്ചവടക്കാരും ചെയ്യുന്നതാകാം. അതിനെ നിയന്ത്രിക്കേണ്ടത് ഒരു സംസ്ഥാന തലത്തിൽ നിയന്ത്രിക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിൽ നിന്നും അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ശ്രീകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകുമാർ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ കാറിന്റെ 2 ടയർ വാങ്ങി. കേൾക്കാം, പറയൂ. കാറിന് 2 ടയർ വാങ്ങി. അതെ. ടയറിന്റെ വില 10,310 രൂപയായിരുന്നു. അതെ. അതിപ്പോൾ ടാക്സ് അടക്കുമ്പോ 18% ടാക്സ് എടുത്തത്. 18%. 18%, അതായത് 13,000 സംതിങ് ആയി. അതെ. അതെന്തുകൊണ്ട് അങ്ങനെ വന്നുള്ള? GST നിലവിൽ ടയറിൻ്റെ GST വരുന്നത് 18%-ലാണ് വരുന്നത്. അതുകൊണ്ട് അതിന് അവർ 18% നികുതി എടുക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായ ബില്ലാണെങ്കിൽ നമുക്ക് പരിശോധിക്കപ്പെടാം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വിലയിലാണോ അവർ ചെയ്തിരിക്കുന്നത്, നേരത്തെ ഈടാക്കിയിരുന്ന നികുതി കുറച്ച ശേഷം ഉള്ള തുകയ്ക്കാണോ അവർ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങിയ സംശയങ്ങളാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ടയർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ശരിക്കും ബില്ലെഴുതി വിൽക്കുന്നതായതുകൊണ്ട് അതിനകത്ത് ഒരുപക്ഷെ ആശങ്കയ്ക്ക് സാധ്യതയില്ല, ബില്ല് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിനകത്ത് പരിശോധിക്കപ്പെടണം. ചരക്കു സേവന നികുതി നടപ്പാകുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും വില കുറയുകയാണ് വേണ്ടത്. ആട്ടയ്ക്കും മൈദയ്ക്കും മുതൽ പല്ല് തേക്കാനുള്ള പേസ്റ്റിന് വരെ വില കാര്യമായി കുറയുന്ന വിധത്തിലാണ് പുതിയ നികുതി ഘടന നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആട്ടയും മൈദയും ഉൾപ്പെടെയുള്ള ധാന്യപ്പൊടികൾക്ക് നിലവിലെ നികുതി 5.7%. GSTയിൽ നികുതി പൂർണ്ണമായും ഒഴിവാക്കിയവയുടെ പട്ടികയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ. 100 രൂപയ്ക്ക് മുൻപ് ലഭിച്ചിരുന്ന ബ്രാൻഡ് ചെയ്യാത്ത ആട്ടയിൽ നികുതിയായി പോയിരുന്നത് 5 രൂപ 40 പൈസയായിരുന്നു. ഉൽപ്പന്ന വില 94 രൂപ 60 പൈസ.
GST നടപ്പായതോടെ ഈ ഉൽപ്പന്നം ജനത്തിന് ഇനി ലഭിക്കേണ്ടത് 94 രൂപ 60 പൈസയ്ക്ക് തന്നെയാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാത്ത കമ്പനികൾ പാക്ക് ചെയ്ത് വിൽക്കുന്നതോ ലൂസായി ചാക്കിൽ വിൽക്കുന്നതോ ആയ ആട്ടയ്ക്കും മൈദയ്ക്കുമെല്ലാം ഓരോ 100 രൂപയ്ക്കും 5 രൂപ 40 പൈസയുടെ കുറവുണ്ടാകണം. അവിലിനും മലർപ്പൊരിക്കുമെല്ലാം നിലവിൽ വിവിധ നികുതികൾ ചേർന്ന് വിലയുടെ 4.6% നൽകിയിരുന്നെങ്കിൽ ഇനി അവയും നികുതിരഹിതമാകും. ഇൻസ്റ്റന്റ് ഭക്ഷണ മിക്സിന് 23.1% വരെ നിലവിൽ നികുതി ബാധകമായിരുന്നു. അത് 18% കുറയും. 105 രൂപയ്ക്ക് വിറ്റിരുന്നവ ഇനി 100 രൂപയ്ക്ക് ലഭിക്കണം എന്നർത്ഥം. പഞ്ചസാരയുടെ നികുതിയിൽ 4% കുറവുണ്ടായി. 8.9% നിന്ന് 5%-ആയാണ് നികുതി താഴ്ന്നത്. ടൂത്ത് പേസ്റ്റിന്റെ നികുതിയിൽ 12% കുറവാണുണ്ടായത്. നിലവിൽ സംസ്ഥാനത്ത് വിവിധ നികുതികൾ ചേർന്ന് വിലയുടെ 29.6% വരുമായിരുന്നു. 100 രൂപയുടെ പേസ്റ്റിന് 129 രൂപ 60 പൈസയാണ് നൽകിയിരുന്നതെങ്കിൽ ഇനിയത് 118 രൂപയായി താഴണം. ഇപ്പോൾ 7.6% വരെ നികുതിയുണ്ടായിരുന്ന ശർക്കരയും നികുതി വിമുക്തമായി. മിനറൽ വാട്ടർ ബോട്ടിലിന് 11%-ഉം ഹെയർ ഓയിലിന് 12%-ഉം വരെ നികുതിയിൽ കുറവ് നൽകുന്നതാണ് പുതിയ ഘടന. സ്കൂൾ ബാഗ്, മിഠായി, ലെതർ ചെരുപ്പുകൾ എന്നിവയ്ക്കെല്ലാം പുതിയ ഘടനയനുസരിച്ച് വലിയ തോതിൽ വില കുറയണം. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. കുറയുകയാണ് വേണ്ടത്. പക്ഷേ ശരിക്ക് ഫലത്തിൽ എന്താണ് ഉണ്ടായത് അത് നമുക്ക് അന്വേഷിക്കാം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. ഇപ്പോൾ ഫോണിൽ സജിനി ചേരുന്ന കണ്ണൂരിൽ നിന്നും. സജിനി, ചോദിച്ചോളൂ. സാർ, ഈ വലിയ വലിയ ഹോട്ടലിലൊക്കെ നികുതി പൈസ കുറയ്ക്കുകയും കുറയ്ക്കുകയും ചെറിയ ഹോട്ടലിൽ പൈസ കൂട്ടുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കി തരുമോ? ചെറിയ ഹോട്ടലിലും വലിയ ഹോട്ടലിലും GST വന്നു കഴിഞ്ഞാൽ ആ നികുതി നിയമം അനുസരിച്ചുള്ള നികുതി മാത്രമേ ഈടാക്കാൻ കഴിയുകയുള്ളൂ. ഒരിടത്ത് ചെറിയ ഹോട്ടലിൽ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റേതായ വിലയ്ക്കനുസരിച്ചുള്ള നികുതിയാണ് നൽകേണ്ടത്. 5% GST. വലിയ ഹോട്ടലിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ 5% GST ആണ് ഈടാക്കാവുന്നത്. ഇതിന് വില കൂടുന്നത് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നോക്കിയിട്ടല്ല, അതായത് ഹോട്ടലുകൾ തീരുമാനിക്കുന്ന വിലയ്ക്കാണ്. ഈ GST നടപ്പാക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും വില കുറയുകയാണ് വേണ്ടത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ വിലയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? കടയിലെത്തിയവർക്ക് എന്താണ് പറയാനുള്ളത്? കോഴിക്കോട്ടെ നഗരത്തിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി നോക്കിയ ശേഷം തിരിച്ചു വരാം. ഈ GSTൻ്റെ ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം വിലങ്ങളിൽ ഒരു സാധനം വരുന്നില്ല. യുദ്ധഭൂമിയുമായി കിടക്കപ്പോൾ ബജാർ ഗംഭീര കാര്യമാണ്. പണ്ട് 1% ടാക്സ് ഉള്ളത് 5% ടാക്സ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പറയുന്നത് ഇവിടെ നല്ല ഗുണമായിരിക്കുന്നു. പക്ഷേ ഇവിടെ വ്യാപാരികൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. ഇതിനെക്കൊണ്ട് വ്യാപാരികളും തൊഴിലാളികളും കിടന്ന് കഷ്ടപ്പെടുക. ധാന്യങ്ങൾക്ക് ടാക്സ് കുറയുമെന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റംസിന് മാത്രമേ ടാക്സ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ 5%. അതേപോലെ ചായക്ക് ഹോട്ടലിൽ പോയി ഒരു ചായ ഒരു കനം കുടിക്കുകയാണെന്ന് വെച്ചാൽ 30 രൂപയാണെന്ന് വെച്ചാൽ 10 രൂപ ടാക്സാണ്. ആ AC ആൻഡ് നോൺ AC സാധനങ്ങൾ, ഓട്ടോമാറ്റിക് സാധനങ്ങൾ ഇപ്പം തന്നെ വില വർദ്ധിച്ചു കഴിഞ്ഞു. പഞ്ചസാരക്കും മറ്റേതിനൊക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായി മാറിക്കഴിഞ്ഞു. പഞ്ചസാര വില 100 രൂപ കിൻഡലിന് മഹാരാഷ്ട്ര ജാസ്തിയാണ്. മാർക്കറ്റ് വരെ തന്നെ ജാസ്തിയായത്. നേരത്തെ ഉണ്ടായതിനെക്കാട്ടിയും 100 രൂപ പർച്ചേസ് ചെയ്യുന്നതോട് തന്നെ വില ജാസ്തിയാണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ചിങ്ങാണ് ഇവിടെ കാണുന്നത്. കിലോക്ക് ഇവിടെ 430. അല്ല, അത് 40 എത്ര വന്ന് 20-30 ചാക്ക് മറ്റേ ഒരു ചാക്കിന്. അപ്പം 40-60. നേരത്തെ 20 രൂപ 1990. ഒരു ചാക്കിന് 1990. 40-20 പകരം എത്ര വന്ന് 39-80 ആയിരുന്നു വില. അപ്പോൾ അതിപ്പം ഇവർ ഇത് പ്രകാരം ഇപ്പോൾ വില കൂടി. അരിയിൽ ബ്രാൻഡഡ് അരിക്ക് 5% ടാക്സ് കൂടുന്ന പറയുന്നു. അത് 1-ാം തീയതി തൊട്ടിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് കോഴിക്കോട് വലിയങ്ങാടിയിൽ മൊത്തത്തിൽ GST എന്താണെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് വന്ന ഓർഡിനൻസ് അവ്യക്തതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഉലുവ എന്ന് പറയുന്ന സാധനത്തിന് ടാക്സ് ഉണ്ടെന്നും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പുളി ഇങ്ങനെ കണ്ട സാധനങ്ങൾക്ക് പിന്നെ ടാക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായിട്ട് ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഈ മറ്റേ അസോസിയേഷനെ ക്ലാസ് എടുത്തെടുക്കാൻ വേണ്ടി ഒരു ദിവസം യോഗം വിളിച്ചിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ആ വന്ന ഉദ്യോഗസ്ഥൻ എനിക്ക് 100% എന്താണ് GST, ഇത് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, ഏതിനൊക്കെയാണ് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തമായ രീതിയിലുള്ള ഒരു നടപടി ഗവൺമെൻറ് തലത്തിൽ ഇവിടുത്തെ കച്ചവടക്കാർക്ക് നൽകിയിട്ടില്ല.
അതുകൊണ്ട് ചില്ലറ വിൽപ്പനക്കാരന് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഈ അങ്ങാടിയെ സമീപിക്കുന്നില്ല. എന്താണ് GST എന്നുള്ള ഒരു അവ്യക്തതയിൽ നിൽക്കുക. അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് പണിയില്ല. GST പൾസസിനെ സംബന്ധിച്ചിടത്തോളം വില വർധനവൊന്നും ഉണ്ടായിട്ടില്ല. പൾസസ് പൊതുവേ ഉള്ള ടാക്സും കൂടിയും ഒഴിവായതാണ്. മാർക്കറ്റിൽ അതിൻ്റെ ഒരു വില വ്യത്യാസം ഇതിൽ വില കുറവ് ഉണ്ടായിട്ടുണ്ട്. ബ്രാൻഡ് അരി എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ബ്രാൻഡ് ഒറ്റ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ബാക്കിയൊന്നും രജിസ്റ്റേർഡ് അല്ല. രജിസ്റ്റേർഡ് ബ്രാൻഡിനാ കൂടുതലുള്ളൂ. ബ്രാൻഡ് മാത്രമാണ് 5%. അപ്പോൾ ഒരു 3.75 കൂടും കിലോന്റെ മുകളിൽ. ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എത്രമാത്രം അവ്യക്തത, ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ക്രിസ്റ്റി പാലക്കാട് നിന്ന് ചേരുന്നു. ക്രിസ്റ്റി എന്ന പ്രേക്ഷകൻ. ക്രിസ്റ്റി ചോദിച്ചോളൂ. ക്രിസ്റ്റി, നമുക്ക് അധികം സമയമില്ല, ചോദിച്ചോളൂ. സാറേ, ഇതിന്റെ ആവശ്യം എന്താണ്? ഇതിപ്പോ ഇങ്ങനെ നിലവിൽ ഇതിന്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കണത്. ഏതിന്റെയാണ്? GST-യുടെ? അതായത് ഇപ്പൊ ശനിയാഴ്ച 120 രൂപ തരുന്നത് ഇപ്പോ 134 അപ്പൊ 14 രൂപ കൂടിയല്ലേ സാറേ? ഞാൻ ഒന്നും കൂടി കുറയുമെന്ന് വിചാരിച്ചിട്ടാ പോയതേ. വില കുറയേണ്ട ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുക തന്നെയാണ് വേണ്ടത്. ആ വില അതിനു മുകളിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാതി പറയണം. അതിനാണ് നികുതി വകുപ്പിന്റെ സംവിധാനങ്ങളുള്ളത്. അവിടെ എത്രയും പെട്ടെന്ന് പരാതി അറിയിക്കുക. അതിന് ഇതൊരു ആദ്യഘട്ട അവ്യക്തത എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതിയോ? തീർച്ചയായിട്ടും ആദ്യഘട്ട അവ്യക്തത തന്നെയാണ്. പക്ഷേ ആ ആദ്യഘട്ട അവ്യക്തത ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ ഈ ഒരു പക്ഷേ വിലവർധന തുടർന്ന് ദിവസങ്ങളിൽ നിലനിൽക്കുകയും GST വഴി കുറയുമെന്ന് പറയുന്ന വില കുറയാതിരിക്കുകയും ചെയ്യും. അതിന് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ധനവകുപ്പും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും നടപടി എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഉയർന്ന വിലയായിരിക്കും ഇനിയുള്ള അടിസ്ഥാന വിലയായി മാറുക. ആ വിലയിൽ നിന്നാണ് പിന്നീട് GST-യുടെ നിരക്ക് വരിക. ഇത് നിലവിൽ നികുതി കുറച്ചു കഴിഞ്ഞാൽ നികുതി കുറഞ്ഞ ഉൽപ്പന്നം ജനങ്ങൾക്ക് കിട്ടിയാൽ മാത്രമാണ് ഈ GST നടപ്പാക്കിയത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും ഇപ്പോൾ ഇവർ കൂട്ടിയിട്ട വിലയിൽ നിന്നായിരിക്കും ഇനി GST കണക്കാക്കാൻ പോകുന്നത്. അതായത് ഓരോ ഉൽപ്പന്നവും ഇനി നമ്മൾ വാങ്ങുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കൂടുതൽ ജാഗ്രത കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ തരുന്ന അതേ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടും. തീർച്ചയായിട്ടും പറ്റിക്കപ്പെടും. പ്രസാദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രസാദ് പറയൂ. സാർ, ഞാൻ ഒരു ഹോളോഡ് കമ്പനി നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ 25 രൂപയ്ക്ക് കല്ല് കൊടുത്ത് 5% ടാക്സാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 25 രൂപയ്ക്ക് മുകളിൽ 28% ടാക്സാണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? 40,000 കല്ലുള്ള സ്റ്റോക്കുണ്ട് കയ്യിൽ. 18% ആയിരിക്കണം ടാക്സ്. ഒരു പക്ഷേ 25% ടാക്സ് എന്നുള്ളത് GST-യിൽ ഇല്ല നിലവിൽ. താങ്കൾക്ക് വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇനി നമ്മൾ അടുത്ത വിഷയത്തിൽ കിടക്കുകയാണ്. നമ്മൾ ഹോട്ടൽ ഭക്ഷണം കഴിഞ്ഞു, പലചരക്ക് കട കഴിഞ്ഞു, ഇനി പച്ചക്കറിയിലേക്കാണ്. പച്ചക്കറിക്ക് എന്ത് GST? ഗോപി, GST നടപ്പായ ശേഷം വില കൂടുന്നത് നികുതി ബാധകമല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു നികുതി ഘടനയിലും വരാത്തതാണ് പച്ചക്കറി. പച്ചക്കറിക്ക് ചില്ലറ വിൽപ്പന വിലയിൽ 10 മുതൽ 30% വരെ വില കൂടിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ജനങ്ങൾ പറയുന്നതല്ല, സർക്കാർ കണക്കിലെ മൊത്ത വിലയിൽ തന്നെ 3 ദിവസം കൊണ്ട് വർധന രേഖപ്പെടുത്തി കഴിഞ്ഞു. നമുക്ക് കാണാം അതിൻ്റെ വിശദാംശങ്ങൾ. അരിക്ക് GST വന്ന ശേഷം വില കൂടുമോ? ഇല്ല എന്നാകും സർക്കാരും വ്യാപാരികളും പറയുന്നത്. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് തന്നെ GSTക്ക് മുൻപും ശേഷവും വിലയിൽ മാറ്റമുണ്ട്. ചുവന്ന മട്ടയരിക്ക് ജൂലൈ 4-ന് 42 രൂപ 93 പൈസയാണ് വില. GST പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ജൂൺ 30-ന് വില 42 രൂപ 86 പൈസയും. വിലയിൽ വന്ന വ്യത്യാസം 93 പൈസ. മൊത്തവിലയിൽ 93 പൈസയുടെ വ്യത്യാസം വന്നപ്പോൾ ചില്ലറ വിൽപ്പന വിലയിൽ 2 മുതൽ 3 രൂപ വരെ മാറിയെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകൾ. ചെറുപയറിനും വെളിച്ചെണ്ണയ്ക്കുമെല്ലാം നേരിയ തോതിൽ വില ഉയർന്നതായി കാണാം. GST വന്നതിന് ശേഷം അധിക ബാധ്യതയുണ്ടായി എന്ന പേരിലാണ് പല ഉൽപ്പന്നങ്ങൾക്കും വില കൂടുന്നത്. GST അല്പം പോലും ബാധിക്കാൻ പാടില്ലാത്തവയാണ് പച്ചക്കറികൾ. വെണ്ടയ്ക്കയ്ക്ക് മൊത്തവിലയിൽ തന്നെ 6 രൂപയുടെ വർധന. പാവയ്ക്കയ്ക്ക് 2 രൂപയിലേറെ 2 ദിവസം കൊണ്ട് കൂടി. സവാളയ്ക്ക് വരെ മൊത്തവിലയിൽ വർധനയുണ്ടായി. ഇതെല്ലാം സർക്കാർ തയ്യാറാക്കിയ മൊത്തവില. ജനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ 10 മുതൽ 25 രൂപ വരെ പല ഉൽപ്പന്നങ്ങൾക്കും കൂട്ടിയിരിക്കുന്നു. നികുതിയുടെ പേരിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇടനിലക്കാർ മുതലെടുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് പച്ചക്കറി വിപണിയിൽ കാണുന്നത്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18.
ഒരു വില കൂട്ടാൻ ഒരു കാരണം കാത്തുകൊണ്ടിരിക്കുന്ന ഇടനിലക്കാർ ഈ GSTയെ സുവർണാവസരമായി കാണുന്നതിന്റെ വലിയ ഉദാഹരണമാണല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെയും കൂടി വിചാരിക്കേണ്ടി വരും. കാരണം പച്ചക്കറി ഒരു കാരണവശാലും ഒരു നേരത്തെയും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല, നികുതി ഘടനയിൽ വരുന്നതല്ല. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ വില കൂടുതലാണ് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നു. കോഴിയുടെ കാര്യത്തിൽ 14% നികുതി കേരളത്തിൽ എടുത്തു കളഞ്ഞപ്പോൾ വില കുറയേണ്ടതിന് പകരം തമിഴ്നാട്ടിൽ അവിടെ വില കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഉൽപ്പാദന സ്ഥലത്ത് വില കൂട്ടി ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ലഭിക്കേണ്ടിയിരുന്ന കുറവ് ഇടനിലക്കാർ ആരൊക്കെയോ എവിടെയൊക്കെയോ വാങ്ങുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ധനവകുപ്പിൻ്റെയോ കേന്ദ്ര ധനവകുപ്പിനോ ഒന്നും കണ്ടെത്താൻ ഈ 1-2 ദിവസത്തിനുള്ളിലെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് മാറും. GST ഒരുപക്ഷെ നോട്ട് നിരോധനത്തെക്കാൾ ദോഷം ചെയ്യുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ എല്ലാവരും പറയുന്ന പോലെ ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്നുകൂടി നമുക്ക് പറഞ്ഞു നിർത്തേണ്ടി വരും. ഏതായാലും യൂനിസ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. യൂനിസ്, ചോദിച്ചോളൂ. സാറ് ഞാൻ ഇന്നൊരു ഗ്രീൻ ബോർഡ് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോ ആ ഷോപ്പിൽ നിന്ന് നിലവിൽ 5 എണ്ണമാണ് വാങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ 2 അവിടെ സ്റ്റോക്ക് ഉള്ളൂ. അപ്പം സ്റ്റോക്ക് ഇനി എത്താൻ കുറച്ച് നേരം വൈകും, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ GSTയുടെ പ്രശ്നം കൊണ്ടാണ് എത്താത്തതെന്ന് പറഞ്ഞു. അപ്പൊ നിലവിലെ ഒരു സാധനം നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ വാങ്ങുന്ന പൈസക്ക് പ്ലസ് GST കൂട്ടാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. നിലവിൽ ഒരു ഉൽപ്പന്നത്തിന് എന്തായിരുന്നു വില, അടിസ്ഥാന വില, നികുതി കൂടാത്ത വില, ആ വിലയിലാണ് GST കണക്കാക്കുക. ഇത് നേരത്തെ വാങ്ങിവെച്ച വ്യാപാരികൾക്ക് അതുമൂലം നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നികത്തി കൊടുക്കും. അവർക്ക് അടുത്ത റിട്ടേൺ കൊടുക്കുമ്പോൾ അതിനുള്ള കുറവ് സർക്കാരിൽ നിന്ന് ചെയ്തു കൊടുക്കും. ഒരു പുതിയ ഉൽപ്പന്നം വരുമ്പോഴും ആ പുതിയ വിലയാണ് അതിലുണ്ടാവുക. അത് GST ഉൾപ്പെടെയാണ് MRP. അതിൽ താഴത്തെ അതിൽ MRPക്ക് മുകളിൽ GST ഈടാക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഷെരീഫ് എന്ന പ്രേക്ഷകൻ ചേരുന്നു ബാംഗ്ലൂരിൽ നിന്നും. ഷെരീഫ്, ചോദിച്ചോളൂ. അതെ സാർ, നിലവിലുള്ള ടാക്സ് സോപ്പിന്റെ ഐറ്റംസ് 18% നിന്ന് 28% ആയിട്ടുണ്ട്. അപ്പൊ MRPയില് സെയിം റേറ്റ് പഴയ ഓൾഡ് സ്റ്റോക്ക് ഉള്ളത് ഒരു പ്രോഡക്റ്റിന്റെ വില 50 രൂപയാണെങ്കിൽ അതിപ്പോ ഓൾറെഡി ഒരു 10% കൂടുമ്പോ 55 രൂപ, 5 രൂപ കൂടും. അപ്പൊ MRP 50 ആണെങ്കിൽ അത് നമ്മൾ 55 വിൽക്കുന്നതിന് പ്രശ്നമുണ്ടോ? 55 വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ നികുതി വകുപ്പും നിങ്ങളെ പോലീസും ഉപഭോക്താക്കളും ഒക്കെ കൈകാര്യം ചെയ്യും. കാരണം ഒരു കാരണവശാൽ അങ്ങനെ വിൽക്കാൻ പാടില്ല. MRP 50 രൂപയാണെങ്കിൽ 50 രൂപയ്ക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നികുതിയിൽ വരുന്ന നഷ്ടം നികത്തി തരാനാണ് നികുതി വകുപ്പും സർക്കാരും ഉള്ളത്. നിങ്ങൾ അടുത്ത റിട്ടേൺ കൊടുക്കുമ്പോൾ അതിൻ്റെ തുക അവർ കുറച്ച് തരും. നമ്മൾ അടുത്ത സെക്ടറിലേക്ക് കടക്കുന്നു. പച്ചക്കറിയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. പച്ചക്കറിയിൽ നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപഭോക്താവ് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട സമയമാണ്. അല്ലെങ്കിൽ ഇതായിരിക്കും ഭാവിയിലത്തെ വിലയും കൂടാൻ പോകുന്ന വിലയും. വരും ദിവസങ്ങളിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. വസ്ത്രവിപണിയിലേക്ക് കടക്കുന്നു. വസ്ത്രവിപണിയിലെ GST. വസ്ത്രവ്യാപാര മേഖലയാണ് GST വന്ന ശേഷം ഏറ്റവും കൂടുതൽ കലങ്ങി മറിഞ്ഞിരിക്കുന്നത്. വൻകിട വസ്ത്ര നിർമ്മാതാക്കൾക്ക് 18%, കരാറെടുത്ത് ചെയ്യുന്നവർക്ക് 5%മാണ് നികുതി. വസ്ത്രങ്ങൾ കരാറെടുത്ത് ചെയ്യുക എന്നാൽ ഇത് വൻകിടക്കാർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ കയറ്റുമതിയുടെ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ നിർമ്മാതാക്കളും തൊഴിലാളികളും വ്യാഴാഴ്ച മുതൽ പണിമുടക്കും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വസ്ത്രത്തിനും ഉപ്പിനും വെള്ളത്തിനും ഒരിക്കലും നികുതി ഈടാക്കരുത് എന്നാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ എഴുതിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ ദണ്ഡി മാർച്ച് ഉപ്പിനേർപ്പെടുത്തിയ നികുതിക്കെതിരെയായിരുന്നു. കൈത്തറിയിൽ വസ്ത്രങ്ങൾ നെയ്തത് നികുതി ഈടാക്കി വിദേശ വസ്ത്രം വിൽക്കുന്നതിനെതിരെയുമായിരുന്നു. ഇപ്പോൾ രാജ്യമെങ്ങും വസ്ത്രത്തിന് നികുതി ബാധകമായിരിക്കുന്നു. വൻകിട കമ്പനികൾ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് 18% GST, കരാർ ജോലി ഏറ്റെടുത്ത് നിർമ്മിക്കുന്നവയ്ക്ക് 5% നികുതി. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്ത്രത്തിന്റെ 80%വും കരാർ ജോലി വഴി നിർമ്മിക്കപ്പെടുന്നതാണ്. അതിന്റെ 70% നിർമ്മിക്കപ്പെടുന്നതും തിരുപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ്. 5%വും 18%വും GST നടപ്പിലായതോടെ വിലയിൽ വരാൻ വേണ്ടി പോകുന്ന വർധന പല മടങ്ങാകുമെന്നാണ് സൂചന. 100 രൂപ വിലയുണ്ടായിരുന്ന വസ്ത്രത്തിന് 118 രൂപയായി വില വർദ്ധിപ്പിക്കുന്നതിന് പകരം 150 രൂപ വരെയായി കൂടുന്ന സ്ഥിതിയാണ് പല സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ KM മാണി ധനമന്ത്രി ആയിരുന്നപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലാണ് വസ്ത്രത്തിന് ആദ്യം നികുതി വരുന്നത്. അത് വിൽപ്പന നികുതിയായിരുന്നില്ല. മൊത്തം വിൽപ്പന തുകയുടെ 1% ടേൺ ഓവർ ടാക്സായി നടപ്പിലാക്കുകയായിരുന്നു. അടുത്ത ബജറ്റിൽ അത് 2%ആക്കി ഉയർത്തി. പിന്നീട് ടേൺ ഓവർ ടാക്സ് വസ്ത്രനികുതി തന്നെയായി കേരളത്തിൽ മാറുന്നതാണ് കണ്ടത്. ഇപ്പോൾ GSTയും വസ്ത്രത്തിന് ബാധകമായിരിക്കുന്നു. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. വസ്ത്ര വ്യാപാര മേഖലയിലെ ഉപഭോക്താക്കളും ഉൽപ്പാദകർ എന്തു പറയുന്നു എന്നതിന്റെ പ്രതികരണങ്ങളാണ്. അതിലേക്ക് വരാം. ഇപ്പോൾ പ്രേക്ഷകൻ നമ്മളോട് കൂടെ തരുന്നു തൃശ്ശൂരിൽ നിന്നും പ്രസാദ്. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ.
ഞാനൊരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. അപ്പൊ ഒരു ബുക്കിന് 590 രൂപയാണ് ആദ്യം എടുത്തിരുന്നത്. ഇപ്പൊ GST വന്നപ്പോ 625 രൂപ ഹോൾസെയിൽ കടക്കാരെ എടുക്കണോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ലോട്ടറിക്ക് GST അനുസരിച്ച് നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെ സംസ്ഥാന ധനമന്ത്രി തന്നെയാണ് ലോട്ടറിക്ക് കൂടിയ നികുതി വേണമെന്ന് വാദിച്ചതും അത് ഏർപ്പെടുത്തിയതും. ആ നികുതി സംസ്ഥാന ഖജനാവിലേക്കുള്ളതാണ്. ലോട്ടറി വിൽക്കുമ്പോൾ നിങ്ങളുടെ കമ്മീഷനിൽ കുറവൊന്നും വരുന്നുണ്ടാവില്ല. അത് ഈ കിട്ടുന്ന പണം നമ്മുടെ ഇവിടെ പാവങ്ങൾക്ക് ആശുപത്രികളിൽ സഹായങ്ങൾ നൽകാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതാണ്. ഏതായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് തുണിക്കടകളുടെ കാര്യമായിരുന്നു. തുണിക്കടയിലാണ് പ്രത്യേകിച്ച് വൻകിട വസ്ത്രനിർമ്മാതാക്കൾ 18% എന്ന് പറയുമ്പോഴാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തുണിക്കടയിലെത്തിയ ജനങ്ങൾ എന്തു പറയുന്നു, വസ്ത്ര വ്യാപാരികൾക്കും പറയാനുള്ളത് എന്ത്, GSTയെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ പറയട്ടെ. അതിലേക്ക് വരാൻ ഇപ്പോൾ മുകുന്ദൻ എറണാകുളത്ത് നമ്മളോട് കൂടി ചേരുന്നു. മുകുന്ദൻ, ചോദിച്ചോളൂ. അദ്ദേഹമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും വസ്ത്രമേഖല കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അനൂപ്, ഇതിൻ്റെ ഒരു ആപത്ത് എന്താണ്? യഥാർത്ഥത്തിൽ വസ്ത്രമേഖലയിൽ വളരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിൽ വസ്ത്രത്തിനും ഉപ്പിനും വെള്ളത്തിനും നികുതി ഏർപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു. 3 വർഷം മുൻപ് KM മാണി അവതരിപ്പിച്ച ബജറ്റിലാണ് ഇത് ടേൺ ഓവർ ടാക്സ് എന്ന പേരിൽ ആദ്യം നികുതി വരുന്നത്. ഈ വസ്ത്രത്തിന് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയുടെ പ്രശ്നം നമുക്കറിയാം. നമ്മളൊരു കടയിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങിയാൽ അതിന് 700 രൂപയാണ് വിലയെങ്കിൽ നമുക്ക് പലപ്പോഴും 500 രൂപയ്ക്കും 400 രൂപയ്ക്കും 600 രൂപയ്ക്കും 650 രൂപയ്ക്കും ഒക്കെ ഇവർ വിറ്റുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് MRPയിൽ കൂടി ഈ വർധനയുണ്ടാവും. എന്ന് പറഞ്ഞാൽ 700 രൂപയ്ക്ക് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഷർട്ടിന് ഇനി വരുന്ന MRP ചിലപ്പോൾ 800 രൂപയോ 900 രൂപയോ ആകാം. അപ്പോൾ 100 രൂപ 200 രൂപ വരെ നമ്മളുടെ കയ്യിൽ നിന്ന് മാറുകയാണ്. വസ്ത്രവിപണി വളരെ അസംഘടിതമാണ്, അതിൻ്റെ വിലയും വളരെ അസംഘടിതമാണ്. വ്യാപാരികൾ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ വില. അത് ഒരുപക്ഷെ ജനങ്ങളെ കാര്യമായി ബാധിക്കും. അത് 1-2 ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ വസ്ത്ര ഉൽപ്പന്നങ്ങൾക്കും കൂറത്തുണി എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഇതിന് ഒഴികെ ബാക്കി എല്ലാത്തിനും നമ്മൾ നികുതി കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ തുടരുന്നു. കീശ കീറുമോ GST? നിലവിൽ കീറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രതികരിക്കുന്ന എല്ലാവരും തന്നെ പറയുന്നത്. ഇപ്പോൾ ദീപ ചേരുന്നു വയനാട്ടിൽ നിന്നും. ദീപ, ചോദിച്ചോളൂ. ദീപയുടെ സിനിമ സംബന്ധിയായ ചോദ്യമാണ്. അതെ, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സിനിമാ ടിക്കറ്റിന് നിരക്ക് കൂടുന്നത് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ടിക്കറ്റിന് 118 രൂപ ഇനി കൊടുക്കണം, 18% നികുതി. അത് ആ നിലവിലുള്ള നിരക്കിൻ്റെ മുകളിലാണ് ആ നിരക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 18 രൂപയുടെ അടുത്ത് വരെ വർധനയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി നമ്മൾ വളരെ സുപ്രധാനമായ ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. GST മൂലം വിവിധ മേഖലകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കട പൂട്ടിക്കുമോ GST? ഗോപി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം GST നടപ്പാകുമ്പോൾ ചെറുകിട വ്യാപാരികൾക്ക് തലവേദന പകുതിയിലേറെ കുറയുമെന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ പദ്ധതി നടപ്പായതോടെ വ്യാപാരികൾ സംസ്ഥാനത്തെങ്ങും പ്രതിഷേധത്തിലാണ്, നിസ്സഹകരണത്തിലുമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? 10 ലക്ഷം രൂപ വരെ വിറ്റുവരവുണ്ടായിരുന്ന വ്യാപാരികൾക്കായിരുന്നു ഇതുവരെ നികുതി വലയിൽ നിന്ന് വിടുതൽ ലഭിച്ചിരുന്നത്. ഇപ്പോൾ 20 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ മാത്രം രജിസ്ട്രേഷൻ എടുത്താൽ മതി. മുൻപ് 60 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ളവർ പൂർണ്ണമായും നികുതി അടയ്ക്കണമായിരുന്നു. ഇപ്പോൾ 75 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ളവർക്ക് അനുമാന നികുതി മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ചെക്ക് പോസ്റ്റുകളിൽ കാര്യമായി പരിശോധനകളില്ല. ഇത്രയും വാഗ്ദാനങ്ങൾ സർക്കാർ നൽകുമ്പോഴും വ്യാപാരികൾ നിസ്സഹകരണവും പ്രതിഷേധവും തുടരുകയാണ്. നിലവിൽ നികുതി ഘടനയിൽ ഉൾപ്പെടാതിരുന്ന വ്യാപാരികളിൽ ഏറെയും രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതരാകും എന്നതാണ് വലിയ പ്രതിഷേധത്തിന്റെ കാരണം. രാജ്യവ്യാപകമായി സംവിധാനം നിലവിൽ വരുന്നതോടെ ഏത് ഉൽപ്പന്നവും നികുതി അടയ്ക്കാതെ വിൽപ്പന നടത്തിയാൽ കുടുങ്ങും എന്ന ഭീഷണിയും വ്യാപാരികൾക്ക് മുന്നിലുണ്ട്. കമ്പനികളിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മുതൽ ഉപഭോക്താവിന്റെ കയ്യിലെത്തും വരെ ഓരോ ഉൽപ്പന്നവും ട്രാക്ക് ചെയ്യപ്പെടുന്നത് സമ്മർദ്ദത്തിലാക്കുക വ്യാപാരികളെ തന്നെയാണ്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. വ്യാപാരികൾക്കും ചിലത് പറയാനുണ്ട്, അതിലേക്ക് വരാം. ഇപ്പോൾ സജീവ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സജീവ്, എന്താണ് ചോദിക്കാനുള്ളത്? സാറേ, ഈ അരി ഒക്കെ പറഞ്ഞ മൊത്ത വിലയല്ലേ പറഞ്ഞ സാറേ, അതപ്പോ ഈ ചില്ലറക്കാർക്ക് ഈ വില എങ്ങനെ ഈ വ്യാപാരികൾ കറക്റ്റ് ചെയ്യും? അരിക്ക് വില നിലവിൽ കൂടുകയില്ല. അത് ബ്രാൻഡഡ് ആയിട്ടുള്ള അരിക്ക് മാത്രമേ വില കൂടാൻ GST പ്രകാരം അനുവദിക്കുന്നുള്ളൂ. നമ്മൾ ഈ
പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അരി GSTയിൽ 0% നികുതി വരുന്ന ഷെഡ്യൂളിലാണുള്ളത്. 5% നികുതി വരുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ബ്രാൻഡഡ് എന്ന് പറയുന്നത്. അവർ വിൽക്കുന്ന അരിക്ക് മാത്രമാണ് 5% നികുതി വരുന്നത്. നമ്മൾ സൂചിപ്പിച്ച പോലെ കട പൂട്ടിക്കുമോ GST? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മൾ അവസാനം ഉന്നയിക്കുന്നത്. വ്യാപാരികൾക്കും പറയാനുണ്ട് നിരവധി അനുഭവങ്ങൾ. പലരും കഴിഞ്ഞ 4 ദിവസമായി വ്യാപാരം പോലും കാര്യമായി സാധ്യമാവാത്ത അവസ്ഥയിലുമാണ്. ഇവിടെ ശാലയിലുള്ള ഒരു കടക്കാരൻ ഞങ്ങൾ ഇതുള്ള നമ്പർ GST നമ്പറുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാനേ പറ്റുന്നില്ല. ആരും GST എടുക്കുന്നില്ല. ഇവരാരും GST എടുത്തിട്ടില്ല. അതിൻ്റെ കോഡ് നമ്പറുകൾ ഇവർക്ക് ആർക്കും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോഡ് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ നിന്ന് പോകണമുണ്ട്. ഈ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? വിലയിൽ മാറ്റമൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇവരിപ്പോൾ ബില്ല് തന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബില്ലില്ല. ഇവർ ബില്ല് തന്നില്ലല്ലോ. കോഡ് നമ്പർ ഇട്ട ബില്ല് തരുന്നില്ല. ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. സാധനം ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. കൂട്ടേണ്ടി വരും. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ടാക്സ് അടയ്ക്കുന്നത്. കോമൺ ടാക്സ് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ്, കസ്റ്റമർ വാങ്ങിക്കുന്നില്ല. ഇത് GST ആകുമ്പോൾ 12% ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമില്ല? ഞങ്ങളുടെ പ്രോഫിറ്റിന് 12% ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് ഭക്ഷ്യസാധനങ്ങളുടെ മെറ്റീരിയൽസ് വില കുറഞ്ഞാലും തീർച്ചയായും വില കുറയ്ക്കും. അരിയുടെ ഒന്നും വില കുറഞ്ഞിട്ടില്ല. അരിയുടെയോ ചിക്കൻ്റെയോ മുട്ടയുടെയോ ഒക്കെ വില കുറഞ്ഞാൽ തീർച്ചയായും വില കുറച്ചിട്ട് ആൾക്കാർ പഴയ ഒരു ഭക്ഷണം കിട്ടും. അല്ല ഇപ്പോഴത്തെ ദിവസത്തിൽ ഈ കുറയ്ക്കാൻ പറ്റത്തില്ല. വില വ്യത്യാസം വന്നിട്ടുണ്ട്. 12% കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 12% കൂട്ടിയിട്ടുണ്ട്. ആ എല്ലാ ഐറ്റവും GST നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈടാക്കിയാലേ പറ്റുള്ളൂ കസ്റ്റമർ. ഇതുവരെ കുറഞ്ഞിട്ടില്ല. കുറയുന്ന പ്രതീക്ഷിക്കും. അതെ, നമ്മൾ വാങ്ങിക്കുന്ന സാധനം GST കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് വരുന്ന ഐറ്റത്തിനൊന്നും വില കുറഞ്ഞു വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുമാണ്. ഞങ്ങൾക്ക് വരുന്ന ഐറ്റംസിന് ഇപ്പം ഗ്രോസറി ആയാലും വെജിറ്റബിൾ ആയാലും ബാക്കിയുള്ള ഇവിടത്തേക്ക് വരുന്ന ഐറ്റംസിനൊന്നും വില കുറഞ്ഞില്ല. ഇപ്പം അതുകൂടാതെയാണ് ഞങ്ങൾ നോർമൽ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഈ ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വാങ്ങുന്നത്. അപ്പോൾ വാങ്ങുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്, തരുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെ, എല്ലാ ഫുഡ് ഐറ്റംസിനും 12% വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത്. നോൺ AC റെസ്റ്റോറൻ്റാണ്. നോൺ AC 12%, AC റെസ്റ്റോറൻറ്റ് 18% പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ AC റെസ്റ്റോറൻറ്റിലൊക്കെ 18% വെച്ച് ഇപ്പോൾ വാങ്ങാൻ തുടങ്ങി. വില കുറയാന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ GST വന്നതുകൊണ്ട് വില കുറയൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് അണ്ടർ വാല്യുവേഷനും ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് ഫുൾ ബില്ലായിട്ട് വരും ഇവിടെ. എന്തായാലും നമുക്കൊരു 6 മാസം പിടിക്കും ഇതിൻ്റെ ഒരു ശരിയായ രൂപം അറിയണമെങ്കിൽ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പലർക്കും GST എന്താണെന്ന് പോലും അറിയാത്ത കച്ചവടക്കാരുണ്ട് ഇവിടെ. ബില്ല് ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ ബില്ലൊക്കെ പറഞ്ഞാൽ 2 ദിവസം ഉറക്കമൊഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് ബില്ല് ഇന്നലെ മുതലാണ് അടിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക്. അത്രയും പ്രയാസമായിരുന്നു ഇതിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റോക്കൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാവരും ഒരേ GSTയിലേക്ക് ശരിക്ക് മൈഗ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. CGST, അതായത് സെൻട്രലിൻ്റെ GST എന്ന് പറഞ്ഞ് എഴുതാൻ, പിന്നെ 2.5% സ്റ്റേറ്റ് GST എന്ന് പറഞ്ഞിട്ട് എഴുതാൻ. പക്ഷെ അതൊക്കെ പറയാൻ ഓരോരുത്തരുടെ വാക്ക് കേൾക്കാന്നല്ലാതെ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഐഡിയ തന്നിട്ടില്ല. സൈറ്റിൽ പോയിക്കാണെങ്കിൽ എപ്പോഴും എൻഗേജ്ഡാണ്. നമുക്ക് യാതൊരു ക്ലിയറൻസും കിട്ടുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 7 ദിവസമായിട്ട് ഒരു കച്ചവടം നടക്കില്ല. കാരണം ഞങ്ങൾ വിറ്റാൽ എങ്ങനെ കൊണ്ടുപോകും? എന്ത് ബില്ല് എഴുതും ഞങ്ങൾ? വെറുതെ നമ്മൾ കക്കാതെ കള്ളനാവുണ്ട്. മാറ്റങ്ങളൊന്നും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം പിന്നീട് ഇനി വില കുറയ്ക്കുമെന്നറിയില്ല. നമുക്ക് കിട്ടുന്ന കമ്പനികളിൽ നിന്ന് കിട്ടുന്ന വിലയ്ക്കനുസരിച്ച് നമ്മൾ വിൽക്കുന്നുണ്ട്. വ്യാപാരികൾ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ഒരു പിക്ചർ ഇല്ല എന്നുള്ളതാണ് ഇത് പ്രതിസന്ധി. ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. സജീവ് ചേരുന്നു തിരുവനന്തപുരത്ത്. സജീവ് ചോദിച്ചോളൂ പെട്ടെന്ന്. സജീവമാണ് ടെലിഫോൺ ബന്ധം വിശേഷിച്ചിരിക്കുന്നത്. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. അനൂപ്, GSTക്ക് സോഷ്യൽ മീഡിയ പുതിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ജീവിക്കാൻ സമ്മതിക്കാത്ത ടാക്സ് എന്ന്. പല പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വലിയ കൺഫ്യൂഷനുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ഘട്ടത്തിൽ ഉപഭോക്താക്കൾ എന്ത് ചെയ്യണം, കച്ചവടക്കാർ എന്ത് ചെയ്യണം, കരുതലോടെ ഇനി എങ്ങനെയാണ് നീങ്ങേണ്ടത്? ചുരുക്കമാക്കാം. കച്ചവടക്കാർ ചെയ്യേണ്ടത് നിയമപരമായി GST രജിസ്ട്രേഷൻ എടുത്ത് അതനുസരിച്ചുള്ള നികുതി ഈടാക്കുക എന്നുള്ളതും, നമ്മൾ വാങ്ങാൻ പോകുന്നവർ ചെയ്യേണ്ടത് ബില്ല് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുക എന്നതുമാണ്. GST ഏതായാലും നടപ്പാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് സാധ്യമായിട്ടുള്ള കാര്യം. ഏതായാലും അങ്ങനെ വരും ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ പ്രത്യേക ചർച്ചയുടെ പൂർണ്ണമായാണ്. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി കേട്ട ശേഷം ഈ ചർച്ച പൂർത്തിയാവുന്നു. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത് ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഇതിനെ എതിർക്കണം. ഞാൻ വാങ്ങിച്ചിട്ടില്ല ചോറ് 95 രൂപ. വലിയ അന്യായം.
100% സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ വേണം. എന്നാൽ മാത്രമേ ഇത് അല്ലെങ്കിൽ ആരും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല.